ശേ ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഒരു മൂഡില്ല. അയ്യോ, അല്ലാത്തപ്പോ വലിയ മൂടാണല്ലോ പോവാൻ. അതല്ല ഈ സ്കൂള് പരിപാടിയെ ശരിയല്ല. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ പോലെ വീട്ടിൽ ഇരുന്ന് നീച്ചടി. അല്ലടാ, നിന്റെ അപ്പനെ പോലെ രാവിലെ കുളിച്ചൊരുങ്ങിയിരുന്ന് പൈൻ്റ് അടിക്കാം. ഈ പ്രോബ്ലം ഒരു ബുദ്ധിമുട്ടില്ല. നീ ഒറ്റയ്ക്ക് വിഷം പഠിച്ചാൽ മതി. പഠിക്കുന്ന വേണ്ട, വേണം കയ്യിൽ എഴുതി നോക്കോ. ഞാൻ ഇതെല്ലാം പഠിച്ചത് അതിന്. വേറെ വല്ല ഡൗട്ടും ഉണ്ടോ? എനിക്ക് വല്ല ഡൗട്ടും എന്നോട് ഞാൻ പറഞ്ഞു. അല്ല, എന്തെങ്കിലും ഡൗട്ടിനെ ചോദിച്ചാൽ മതി, നമുക്ക് റിവിഷൻ ആക്കാലോ. ചേട്ടാ എനിക്ക് റിവിഷൻ വേണ്ടടാ. നിനക്കല്ല, എനിക്ക്. ഞാനെന്തോ നീ ബുക്കിംഗ് തന്നെ കുറെ നേരമായി. ആ എന്നാ പോ. ഓ, രാവിലെ നേരത്തെ ഇവിടെ എത്തിയത് ഇതിന് വേണ്ടിട്ടാണല്ലേ? ഏതിന്? ഞാൻ കണ്ടു ഇവിടെ കൊഞ്ചി കൊഴുന്നത്. അയ്യോ, നീ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കാട്ടാ. ഞാനെന്തോ ഞാൻ കണ്ട കാര്യ പറയണേ. എടി, ക്ലാസ്സിലെ ബ്രില്യൻ സ്റ്റുഡന്റ് എന്റെ കുറ്റാണോ? എന്ത്? എടി, അവള് വന്ന് ഡൗട്ട് ചോദിച്ചു, ഞാൻ അത് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. ചുമ്മാ ഒന്ന് പോയാനെന്തോ. അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ല? എടി, ഇതേ നീയാണ് സത്യം. ചുമ്മാതാ ദൈവമോ, വീട്ടിൽ നടന്നു പോയ കൊച്ചാ ഇവനാ ഡൗട്ടൊന്നും പറഞ്ഞ് പിടിച്ചു വലിച്ച് പറഞ്ഞു കൊടുത്തത്. നിന്റെ കാലിനിടയിൽ I'm gonna pop some tags. Only got $20 in my pocket. ആ പുതിയ ടീച്ചേഴ്സ് മീറ്റിംഗ് പറഞ്ഞു നീ പ്രാവശ്യം 10-12 ടൂറിനും ഉണ്ടാവും. പഴയ ഓന്തളിക്കാൻ തന്നെ മതിയായിരുന്നില്ലേ പ്രിൻസിപ്പളായിട്ട്? മതിയായിരുന്നു, ഇങ്ങനെയാണ് ഒടുക്കത്തെ കലിപ്പന. ക്ലാസ് ടൂർ ക്യാൻസൽ ആയില്ലല്ലോ, നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട് ഇല്ലേ? അതെന്താ പരിപാടി? അപ്പൊ നമുക്ക് വരണ്ടേ? നിങ്ങൾ ഷെയർ ഇടും, അപ്പൊ നിങ്ങൾക്കും വരാം. കാശിന്റെ കാര്യമല്ലേ, അത് അമ്മൂമ്മയുടെ പെൻഷൻ സെറ്റ് ആക്കി തരാം. അത് നീ എന്തോ ചെയ്യും, എന്തായാലും പൈസ സെറ്റായി അടുത്ത ദിവസം നമ്മൾ ട്രിപ്പ് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് പോയാലോ? അവിടെ നല്ല അറേബ്യൻ ഫുഡൊക്കെ കിട്ടും, നല്ല അൽഫാമും മണക്കൂസും ഒക്കെ അടിപൊളിയാ. മണക്കൂസ് ഞാൻ തോന്നുന്നു അത് ഈ ചിക്കനൊക്കെ മുക്കി തരുന്ന ഒരു വെള്ള ചമ്മന്തിയാ, നൈസാ. മണക്കൂസല്ലടാ, മച്ചണൈസ്. ആ